പലപ്പോഴും ഇസ്ലാമിനെ കുറിച്ചുള്ള വലിയൊരു വിമർശനം വരാറുള്ളത്, ഇസ്ലാം എന്നത് നിങ്ങൾ എന്തിനാണ് ഈ ഒരു 6-ാം നൂറ്റാണ്ടിൽ ഇറങ്ങിയ ആശയം, ഓക്കെ അത് അന്നത്തെ കാലത്ത് ഓക്കെ ആയിരിക്കും, പക്ഷെ മനുഷ്യന്റെ നാഗരികതയും സംസ്കാരവും ഒക്കെ ഒരുപാട് വികസിക്കുകയും മനുഷ്യൻ ഒരുപാട് പുരോഗമിക്കുകയും ചെയ്ത 21-ാം നൂറ്റാണ്ടിലും നിങ്ങൾ ഈ 6-ാം നൂറ്റാണ്ടിൽ ഇറങ്ങിയിട്ടുള്ള ആശയങ്ങളെയും അന്ന് പറഞ്ഞിട്ടുള്ള അധ്യാപനങ്ങളെയും എന്തിനാണ് കൊണ്ടുവരുന്നത്? ഇത് ഒരു വിദ്വേഷത്തിൽ നിന്ന് വരുന്നതല്ല, തികച്ചും അവര് ഈ അർത്ഥത്തിൽ തന്നെ ചോദിക്കുന്നതാണ്. സ്വാഭാവികമാണ്. നമ്മൾ ഒരു 100 വർഷം മുമ്പ് ഒരാൾ പറഞ്ഞ ഒരു ആശയം, ഒരാൾ എഴുതിയ ഒരു ആശയം ഇന്ന് നമ്മൾ വായിക്കുമ്പോൾ അതിനൊരുപാട് അപാകതകൾ ഉള്ളതായിട്ട് തോന്നാം, അല്ലെങ്കിൽ അതിനൊരുപാട് കുറവുകളുള്ളതായിട്ട് നമുക്ക് തോന്നും. ഒരു 100 വർഷം മുമ്പത്തെ കാര്യമാണത്. പിന്നെ ഒരു 1500 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥവും അന്ന് പ്രവാചകൻ പറഞ്ഞ കാര്യവും ഇന്നെങ്ങനെയാണ് പ്രസക്തമാകുന്നത് എന്ന ചോദ്യത്തിന് ന്യായമുണ്ട്. പക്ഷെ അവിടെ ഇസ്ലാം പറയുന്ന ഒരു കാര്യം, ഇത് ഒരു മനുഷ്യൻ പറഞ്ഞ ഒരു ആശയമായിരുന്നെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രസക്തമായിരുന്നു. കാരണം കാലം മുന്നോട്ട് പോകുമ്പോൾ അതിനൊരുപാട് തരത്തിലുള്ള പോരായ്മകളും ദൗർബല്യങ്ങളും ഉണ്ടാകും. എന്നാൽ ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് പൂർണ്ണമായും ദിവ്യ സന്ദേശമാണ്. ദൈവത്തിന് ഭൂതവും ഭാവിയും വർത്തമാനവും ബാധകമല്ല. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം 6-ാം നൂറ്റാണ്ടിലെ മനുഷ്യനെക്കുറിച്ചും 21-ാം നൂറ്റാണ്ടിലെ മനുഷ്യനെക്കുറിച്ചും ഇനി നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞാലും അവിടെ വരാനുള്ള മനുഷ്യനെയും അവൻ്റെ അവസ്ഥകളെയും അവൻ്റെ പുരോഗതിയെയും സാംസ്കാരികമായും നാഗരികമായിട്ടുള്ള മുന്നോട്ട് പോക്കിനെയും സയൻസിനെയും ടെക്നോളജിയെക്കുറിച്ചൊക്കെ അറിയാവുന്ന ആളാണ് ദൈവം. അതൊക്കെ അറിയാവുന്ന ആളെ ദൈവമാകാൻ തരമുള്ളൂ. അതുകൊണ്ട് ആ ദൈവം തന്നെ പറഞ്ഞു, ഇത് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ഇതിൽ സന്ദേശമുണ്ട് എന്ന് പറയുമ്പോൾ അതുതന്നെയാണ് അതിൻ്റെ പ്രസക്തി. കാരണം മനുഷ്യരെത്ര പുരോഗമിക്കുമ്പോഴും എല്ലാ കാലഘട്ടത്തേക്കും പ്രസക്തമായ അടിസ്ഥാനങ്ങളാണ് ഖുർആൻ മുന്നോട്ട് വെച്ചത്. ആ അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെതായ ആശയങ്ങൾ മനുഷ്യർക്ക് പകർന്നു നൽകിയതും.